ബിസിനസ് എപ്പോഴും ചെറുതിൽ നിന്ന് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പതിയെ പതിയെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് മുൻപ് തന്നെ കേൾക്കുന്നതാണ്. ഒരുപാട് കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഉപദേശമാണ്. ഈ ഉപദേശത്തിൽ എന്തുമാത്രം ശരിയുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ബിസിനസ്സിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിളിൽ ഒന്നായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. പലപ്പോഴും നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, പക്ഷേ നമ്മൾ അവഗണിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. ഇതിനകത്ത് പറയുന്നത് എപ്പോഴും ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ചെറിയൊരു എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു വലിയ സംരംഭമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കമ്പനി ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വലിയ സ്റ്റോക്കുകളൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം ചെയ്യുക. ഞാൻ പറയുന്നത് ഒരുപാട് ചെയ്ത് പരിചയമുള്ള ബിസിനസ്സിനെ കുറിച്ചല്ല. നമ്മളൊരു പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണ്. ഒരു ട്രേഡിംഗ്, ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന ഒരു ട്രേഡിംഗ് ആണ്. ആ ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ ഒരുപാട് വലിയ രീതിയിൽ വളരാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുകയും അത് മാർക്കറ്റിൽ എങ്ങനെയാണെന്നുള്ളത് പഠിക്കുകയും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉപയോഗിക്കുക, നിങ്ങൾ നെറ്റ്വർക്ക്സ് എല്ലാം ഉപയോഗിക്കുക പോലത്തെ കാര്യങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റുമായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിലെ ചലഞ്ചസുകൾ എപ്പോഴും മനസ്സിലാവും. പലപ്പോഴും ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതും മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. ട്രേഡിങ്, ഇൻവെൻട്രി കീപ്പ് ചെയ്യൽ, വലിയ സ്റ്റോക്കുകൾ, ഇൻക്വയറീസ്, സെല്ലിങ്, പ്രോഫിറ്റ്. അതിനപ്പുറത്തേക്ക് മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ പ്രാക്ടിക്കലായിട്ട് വരുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള, ഞാൻ പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്സുകാരെ കുറിച്ചിട്ടാണ്. ഞാൻ പറയുന്നത് റെഗുലർ ബിസിനസ് ചെയ്യുന്ന, ട്രഡീഷണലായിട്ട് ബിസിനസ് ചെയ്യുന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളെ കുറിച്ചല്ല. പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബിസിനസ് എന്ന് പറയുന്നത് ഒരുതരം വേ ഓഫ് ലൈഫ് കൂടിയാണ്, ഒരു ജീവിത രീതി കൂടിയാണ്. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്ന ഒരു സംഭവമാണ്. ഒരു 9 to 5 ജോബ് പോലെ നമ്മൾ കാലത്ത് പോയിരിക്കുകയും വൈകിട്ട് അതിൽ നിന്നും പിൻവലിയുകയും ചെയ്യാൻ കഴിയുന്ന ഒരു തരം വേ ഓഫ് ഒരു പ്രോസസ്സ് അല്ല അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിംഗിൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത്, ആ സിംഗിൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് മനസ്സിലാവും. ഞാൻ കേട്ടിട്ടുണ്ട് പലരും ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ ബിഗിനിങ്ങിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റേ അല്ല അവർ ഫ്യൂച്ചറിൽ സക്സസ്ഫുൾ ആവുകയും വലിയ രീതിയിൽ മാർക്കറ്റ് ഷെയറിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാന കാരണം അവർ മനസ്സിൽ കണ്ടിട്ടുള്ള പ്രോഡക്റ്റ് വലിയ രീതിയിൽ സക്സസ് ആകുമെന്ന് വിചാരിച്ച് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന പ്രോഡക്റ്റ് ഒരു പക്ഷേ മാർക്കറ്റിൽ അധികം വർക്ക് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ പിന്നീട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതിന് ശേഷം അവർ കാണുന്ന പല പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. ഇതൊന്ന് പരീക്ഷിച്ചാലോ, അങ്ങനെ പരീക്ഷിക്കുമ്പോൾ ഒന്നാമതോ രണ്ടാമതോ മൂന്നാമതൊക്കെ ആയിട്ട് വരുന്ന പ്രോഡക്ട്സാണ് അവർ പക്ഷേ മാർക്കറ്റിൽ സക്സസ് ആവുക. അപ്പോൾ അവർ തന്നെ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ വല്ലാത്ത രീതിയിൽ എക്സൈറ്റഡ് ആയി പോയിട്ടുണ്ട്. കാരണം വലിയ പ്രതീക്ഷയോടെ ഇറക്കിയിട്ടുള്ള ആദ്യത്തെ പ്രോഡക്റ്റിനല്ല അവർക്ക് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത്. അവർ തീരെ പ്രതീക്ഷിക്കാതെ അവർ ഇറക്കിയിട്ടുള്ള പ്രോഡക്റ്റാണ്. അങ്ങനെയാണ് മാർക്കറ്റ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് ഒരു കൺസ്യൂമറിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ പ്രോഡക്റ്റുമായി മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കസ്റ്റമർ ഡീലിംഗ്. ട്രാൻസ്പോർട്ടേഷൻ, നമ്മളൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് ട്രാൻസ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ചലഞ്ചസുകൾ നമുക്ക് മനസ്സിലാവുക. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചലഞ്ചസ് ആയിരിക്കില്ല ഒരു പക്ഷേ മാർക്കറ്റിൽ. ഒരു അൺലോഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ്, ഇത് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഒരു ഫുഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവുന്ന, നാശമായി പോകുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സ്റ്റോറേജ് കാണണം. ഇൻ കേസ് അതിൻ്റെ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സിൻ്റെ സൈഡാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ലോജിസ്റ്റിക്സിൻ്റെ സൈഡിൽ വരുന്ന ഇഷ്യൂസ് നമ്മൾ ഫ്യൂച്ചറിൽ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പോർട്ട് പോലത്തെ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ടിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വന്ന് നിങ്ങൾ ഷിപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഈ ഒരു കൺസൈൻമെൻറ്റ് അത്രയും ദിവസം അവിടെ സ്റ്റോറേജിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്ത് സംഭവിക്കും പോലത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളുടേതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ട് ഇറങ്ങുക. അങ്ങനെ മാർക്കറ്റിൽ പഠിച്ചതിന് ശേഷം പതിയെ ആ പ്രോഡക്ട്സിൻ്റെ എണ്ണം കൂട്ടി വരിക, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോഡക്റ്റ് തന്നെ വലിയ രീതിയിലാക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമല്ലോ ഫ്യൂച്ചറിൽ.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയ ഏരിയാസ് സെർച്ച് ചെയ്യണമെങ്കിൽ പറ്റും. നിങ്ങളിപ്പോൾ നിലവിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏരിയ അല്ല എൻ്റെ പ്രോഡക്റ്റിന് അനുയോജ്യം, മറ്റു ഏരിയ ആണെന്ന് തിരിച്ചറിയാനും ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു സിംഗിൾ പ്രോഡക്റ്റ് വെച്ച് ഇറങ്ങുമ്പോൾ മാർക്കറ്റ് നിങ്ങളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഫെയിലിയർ ആയിട്ടുള്ള പലരോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു ഉപദേശം ഇത് തന്നെയാണ്. എപ്പോഴും നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങുക, നിങ്ങൾ മാർക്കറ്റ് പഠിക്കുക. ലോസ് വന്നിട്ടുള്ള പലരോടും ചോദിച്ചാൽ പറയും ഞങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തുടങ്ങി, ഇങ്ങനെയല്ല ചെയ്യേണ്ടതായിരുന്നു, ആദ്യം ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ പതിയെ വലുതാക്കിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ തന്നെ പേഴ്സണലി കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് എപ്പോഴും ബിസിനസ് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ബേസിക്കലി ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ്, മാർക്കറ്റിംഗ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെറിയ അല്ലെങ്കിൽ സിംഗിൾ പ്രോഡക്റ്റ് എന്ന് ഒരു മൈനർ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന രീതിയിൽ തുടങ്ങുകയും പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുകയും സ്റ്റോക്കിൻ്റെ അളവുകൾ കൂട്ടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നൊരു ഇമ്പാക്റ്റ്, ഈവൻ ലോസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ഇമ്പാക്റ്റിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ കഴിയും. മാത്രമല്ല നിങ്ങൾക്ക് ലേൺ ചെയ്തുകൊണ്ട് പതിയെ ബിൽഡ് ചെയ്യാനും ഒരു വലിയ രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും.